നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. അപൂർവ സിദ്ധിയുള്ള കൺമണിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. കൺമണിയുടെ ജീവിത സർഗാത്മക വഴിത്താരയിലൂടെ ഈ എപ്പിസോഡും കടന്നു പോവുകയാണ്. ഈ വിരലുകളിൽ ഒരുപാട് എന്താ പറയുക മാസ്മരിക സ്പർശമുണ്ട്. ചെറുതല്ല, ഈ ഒരു കുഞ്ഞു വിരലുകൾ വെച്ചിട്ട്, ഈ കാലിൻ്റെ കുഞ്ഞു വിരൽ വെച്ചിട്ടാണ് കൺമണി എന്താ പറയുക വർണ്ണക്കൂട്ടുകൾ വിതറുന്നത്. എത്രയോ നല്ല ചിത്രങ്ങൾ. എങ്ങനെയാണ് ഈ വിരലുകൾ ചലിപ്പിച്ചിട്ട് ചിത്രം ഈ കളർ കൊണ്ട് കളിക്കുന്നത്? ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. വരട്ടെ. ഈ അടുത്ത കാലത്തായിട്ട് ഞാനാണ് കൺമണിയെ ചിത്രകല പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം സത്യം പറഞ്ഞ സംശയമുണ്ടായിരുന്നു. കൺമണിക്ക് ഈ കൈകളുള്ള ധാരാളം ചിത്രകാരന്മാർ, കുട്ടികളായാലും അപ്പോൾ നന്നായി അവർക്ക് തന്നെ വരയ്ക്കാൻ പ്രയാസമായ പല കാര്യങ്ങളും കൺമണി തൻ്റെ കാലുകൾ കൊണ്ട് നന്നായിട്ട് വരയ്ക്കുന്നത്. അതുപോലെ കൈയക്ഷരമൊക്കെ ആണെങ്കിൽ വളരെ നല്ല രസകരമായ ഇത് ഗുണമുള്ള കൈയക്ഷരമാണ്. ഈ ചിത്രങ്ങളൊക്കെ ഇത് കണ്ട ആദ്യം വഴങ്ങുമായിരുന്നു, പിന്നെ അത് ഈസി ആയിട്ട് പെയിന്റിങ് ചെയ്യാൻ കഴിഞ്ഞു. കൺമണി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക. 8ാം ക്ലാസ്. ഇനി ജീവിതത്തെക്കുറിച്ച് കൺമണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? എങ്ങനെ മുമ്പോട്ട് പോകണം? വരട്ടെ. എനിക്ക് കൺമണിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമല്ല, ഒരു സംശയമാണ്. ഈ വളരെ ചെറുപ്പം മുതൽ തന്നെ കൺമണി കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് ധാരാളം സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പോകുന്ന അവസരത്തിൽ, കലോത്സവത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ കൺമണിക്ക് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ കൺമണിയോട് അവർ പറയാറുണ്ട് പലപ്പോഴും ഇതൊരു സഹതാപത്തിൻ്റെ പേരിൽ കിട്ടിയതാണ് എന്നുള്ളത്. അത് കൺമണിക്കും അമ്മയ്ക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം കൺമണി അമ്മയെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക, അതോ ഇനി അമ്മ കൺമണിയാണോ ആശ്വസിപ്പിക്കുന്നത്? എനിക്ക് വേറൊരു സംശയം കൂടിയുണ്ട്. കാരണം കൺമണി വലുതാകുമ്പോൾ കൺമണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മ്യൂസിക് ടീച്ചർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മ്യൂസിക് ഒരു പ്രൊഫഷനായി കൺമണി തിരഞ്ഞെടുത്തത്? അത് ഒരു പക്ഷേ ഇനി അമ്മയുടെ നിർബന്ധം കൊണ്ടാണോ കൺമണി മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തത്? 2 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ പ്രൈസൊക്കെ മേടിച്ച് കിട്ടി, സമ്മാനം മേടിച്ച്? നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടില്ല ആരും, അല്ലാതെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ പറയുന്നത്. അമ്മയത് കേൾക്കും. അമ്മയെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന വിദ്യയാണല്ലേ അമ്മയ്ക്കുണ്ടല്ലേ? അല്ലേ? ശരിയല്ലേ? കറക്റ്റ്. ആർക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെവി അവിടെ ഉണ്ടാവും. അതിന് വ്യവഹാര ശക്തിയാണ് ഉള്ളതല്ലേ? ഓക്കെ. അങ്ങനെ അമ്മ ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കേൾക്കും, അല്ലെ ആരെങ്കിലും പറയും. ഇതിന് ശേഷം അമ്മയ്ക്ക് സങ്കടമാകും. അമ്മ കൺമണിയോടും പറയും, കൺമണി ഇങ്ങനെ പറയുന്നുണ്ട് അവര്. അമ്മ കരഞ്ഞു തുടങ്ങും. അമ്മ കരച്ചിലാണ് അമ്മയുടെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ അല്ലേ? ഭക്ഷണം പാകം ചെയ്യാൻ കരയുക, ഭക്ഷണം പാകം ചെയ്യാൻ കരയുക. എന്താ അമ്മയ്ക്ക് എന്താ തോന്നിയത്? ഇല്ല, ആദ്യം ഞാൻ മോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം UKG LKG ലളിതാനത്തിനൊക്കെ പ്രൈസ് വാങ്ങിച്ചിട്ട്, ആദ്യമായിട്ട് ശാസ്ത്രീയ സംഗീതത്തിന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ പ്രൈസ് വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഒരു ഇതിൻ്റെ പരിപാടിയായിരുന്നു, ഒരു കേളി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പ്രോഗ്രാമിൽ വെച്ചായിരുന്നു ഫസ്റ്റ് കിട്ടുക. അതിന് എന്നോട് തന്നെ അവർ പറഞ്ഞതാണ് അവൾക്ക് കിട്ടുന്നത് ഒരു ഇതിൻ്റെ പേരിലുള്ളതാണ്, സഹതാപത്തിൻ്റെ പേരിൽ കിട്ടിയതാണെന്ന്. പക്ഷെ അന്ന് അവിടെ ആ ജഡ്ജി തന്നെ അത് പറഞ്ഞു അങ്ങനൊരു ഇതേ അല്ല. എന്നിട്ട് ആ ഒരു സാറ് ഇത് ചോദിക്കുന്നുണ്ട്, എങ്ങനെ കൺമണിക്ക് ഇത്രയും ഇത് നല്ലപോലെ പാടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ജഡ്ജി പറഞ്ഞു നല്ല ഒരു ഇതായിട്ട് പാടുന്നു, അതുകൊണ്ട് അതിനെ കേരള സിലബസിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് വരെ ആ ജഡ്ജി പറഞ്ഞു. അത് കേട്ടിട്ട് പോലും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്.
സഹതാപത്തിന്റെ പേരിൽ കിട്ടിയതാണ്. ആദ്യകാലത്ത് രേഖ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, ഒത്തിരി നമ്മൾ അത് അങ്ങനെയൊക്കെ ഒത്തിരി സങ്കടം വന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് കിട്ടുമ്പോഴും അത് പറയുന്ന ഒരു സഹതാപത്തിന്റെ പേരിലാണെന്നുള്ള ഒരു പറച്ചിൽ. എനിക്ക് അറിയേണ്ട ഒരുപക്ഷെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം മനസ്സിലേക്ക് വരുന്ന വെച്ചാൽ, ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ച് വീഴുന്നു, അന്ന് രേഖ പറഞ്ഞ പോലെ രേഖയുടെ ജീവിതത്തിലും രേഖയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള ഇൻവേർട്ടർ കോമ ഒരു ദുരന്തമായിട്ട് അവർ കാണുന്നു, ഒരുപാട് കാലം കരഞ്ഞു തീർക്കുന്നു. കുടുംബാംഗങ്ങളുടെയൊരു മാനസികാവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത കുടുംബാംഗങ്ങൾ വേണമെങ്കിൽ നമ്മളെ ആശ്വസിപ്പിച്ചേക്കാം, പക്ഷേ ഒരുപാട് പേര് വേണമെങ്കിൽ പല രീതിയിലും സംസാരിച്ചേക്കാം. പല രീതിയിലും സംസാരിച്ചു ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം അവളെ നമ്മൾ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ചിലരുടെ വർത്തമാനം പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ചിലർ പറയുന്നുണ്ട് അവളെ നോക്കാറേ, ചെറുപ്പത്തിൽ നമ്മൾ നോക്കിയിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ. അവരൊന്നും നോക്കാറുണ്ടായിരുന്നു? അതെനിക്കറിയില്ല. അതറിയില്ല. പല ആൾക്കാരും പുറമേക്ക് സഹതാപം കാണിക്കും, പക്ഷേങ്കിൽ യാതൊരു സഹായവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പം കൺമണിയെ പരിലാളിച്ചു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ടോ പുതുതായിട്ട്? കൺമണി പയ്യെ 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 ഈ സിദ്ധി പുറത്തെടുത്ത് ഒരുപക്ഷെ പ്രശസ്തിയിലേക്ക് വരുന്ന സമയത്ത് കൺമണിക്ക് വേണമെങ്കിൽ ഒരു അവകാശം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ വരാറുമുണ്ട്. എന്താ പറയാനൊരു മടി പോലെ? തെളിച്ചു പറ. ഉണ്ട്, വരാറുണ്ട്. ഉണ്ട്. അങ്ങനെ അവർ വരുമ്പോഴെന്താണ് അമ്മയ്ക്ക് തോന്നാറ്? എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നാറില്ല. കാരണം ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈയിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് ഞാനത് അന്നേരം മോളോട് പറയുകയും ചെയ്തു. അന്നേരം അവർ പറഞ്ഞു മോളെ പഠിപ്പിച്ച ടീച്ചറാണെന്ന് അവർ. അന്നേരം ഞാൻ പറഞ്ഞു ആ വ്യക്തിയാ ഇത് നേരത്തെ അന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു വ്യക്തികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണത്. അവരൊക്കെ പിന്നീട് അവകാശം പറഞ്ഞു തുടങ്ങി. അത് ഞാൻ ഇടയ്ക്ക് മോളോട് പുറത്ത് പോയ സമയത്ത് ഞാനത് പറയുകയും ചെയ്തു. അപ്പോൾ മോള് ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. അതേ ഉള്ളൂ. അതല്ലേ? അതെ. അതാണ് കൺമണി. എല്ലാ ആൾക്കാരുടെയും എന്തെങ്കിലും നമ്മൾ പുതുതായി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രത്യേകമായി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ബലാരിഷ്ടതകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കുറവുകളിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പുതിയ പന്താവുകൾ വിട്ടുതെളിക്കുന്ന ആൾക്കാർ, അവരൊക്കെ അവരുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈതരണികൾ, തടസ്സങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, സങ്കീർണതകൾ ഇതൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു എന്താ പറയുക അമ്മയുള്ളതുകൊണ്ട് വലിയ വിഷമങ്ങളൊന്നും കൺമണിക്ക് ഉണ്ടായില്ല. ഇല്ല, ശകലം പോലും ഉണ്ടായിട്ടില്ല. അത് അമ്മ എന്തോ മേടിച്ചു തന്ന രാവിലെ? ഇല്ല, ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. പക്ഷെ കൺമണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അമ്മ മേടിച്ചു തരുന്നുണ്ടോ? വസ്ത്രങ്ങളൊക്കെ ഇഷ്ടത്തിന്. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അമ്മ അപ്പം മേടിച്ചു തരും, വാങ്ങിച്ചു തരും. ഒത്തിരി വില അല്ലെങ്കിൽ വാങ്ങിച്ചു തരും. ഒത്തിരി വില അല്ലെങ്കിൽ കുറച്ച് വില കൂടിയാൽ എന്ത് പറയും? അത് നമുക്ക് പിന്നെ വാങ്ങിക്കാവുന്ന. ആ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. ഈ പല പല പരിപാടികളും ഇപ്പോൾ കൺമണി പങ്കെടുക്കുന്നില്ലേ? പ്രതിഫലം കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ പണം മുഴുവൻ അമ്മ എണ്ണി വാങ്ങുന്നുണ്ടല്ലോ. അതൊക്കെ പിന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, വാങ്ങുമ്പോൾ കറക്റ്റായിട്ടല്ലേ മേടിക്കുന്നത് അല്ലേ? പിന്നെ തന്നാൽ മതി നമ്മ പറയോ? ഇല്ല. ഓക്കെ, അമ്മ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, അതിലേക്ക് വരാം. കൺമണി ഈ ഒരു ചെറിയ പ്രായമാണ്, ഇനിയും ഒരു പക്ഷേ ഇതൊക്കെ ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യങ്ങളും അഭിരുചികളും ലക്ഷ്യങ്ങളും ഒക്കെ പരുവപ്പെടുന്നൊരു പ്രായമാണ്. പക്ഷെ എങ്കിൽ പോലും കൺമണിക്ക് ആരായിത്തീരണം? എനിക്കൊരു മ്യൂസിക് ടീച്ചറാവണം. കാരണം എനിക്ക് പറ്റുന്നത് ഇപ്പോൾ അതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു മ്യൂസിക് ടീച്ചർ ആവണം എന്നതാണ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ പോലെ തന്നെ എനിക്കൊരു ടീച്ചർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കൺമണി ആഗ്രഹം കൊള്ളാം. പക്ഷെ ഞാൻ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴേ തീരുമാനിക്കേണ്ട. ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ എന്തിനത് വേണ്ടെന്ന് വെക്കണേ? പഠനത്തിൽ മിടുക്കിയാണ്, പാട്ടിൽ മിടുക്കിയാണ്, വരയിൽ മിടുക്കിയാണ്, വായനയിൽ മിടുക്കിയാണ്, ജനറൽ നോളേജ് ഉണ്ട്, കമ്പ്യൂട്ടറിൽ മിടുക്കിയാണ്. ഈ ഒരു കാലിൻ്റെ ഒരു മാന്ത്രിക സ്പർശം കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു കുട്ടിയാണ്. ഒരു പക്ഷേ വൻ കരകളും മറുകരകളും വേണമെങ്കിൽ കൺമണിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാകാം. ഇല്ലേ അമ്മ? ഇല്ലേ? അതെ. അതെ.
അതുകൊണ്ട് ഇനിയും ചിന്തിക്കേ. ഒരു പാട്ട് കൊടുത്തു. എന്തായാലും കൺമണിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ടീച്ചറല്ലേ, ഒരു പാട്ട് പാടും. മ്യൂസിക് ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന കൺമണി ഒരുപക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യം പോലെ ജീവിക്കാനും ഒരുപക്ഷെ കൺമണിക്ക് കഴിയും. രണ്ട് കാര്യമുണ്ട്. ഒന്നൊരു പ്രചോദനമാണ്, രണ്ട് അനുഭവത്തിൽ നിന്ന് അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ഇത് കച്ചേരിയാണ്. അദ്ദേഹം അറിയില്ലോ, ഈ ഇടയ്ക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരാളാണ് അദ്ദേഹം. പക്ഷേ എന്ത് സന്തോഷത്തോടെയാണ് കൺമണിയെ നോക്കുന്നത്. കൺമണിയുടെ പെർഫോമൻസിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ളൊരു വൈബ്? നല്ലതായിരുന്നു. അത് ഒരു സുഹൃത്തിനെ പോലെയാണ് സാറ് നമ്മൾ പെരുമാറുന്നത്. സാറിനോട് കച്ചേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാറ് ഈ ഇടയ്ക്ക് നമ്മളിത് വിട്ടുപിരിഞ്ഞു പോയത് കൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു പാട്ടുണ്ട്, എല്ലാ കച്ചേരിക്കും ലാസ്റ്റിൽ അത് പാടും. സാറ് കൺമണിയുടെ ഇടയിൽ നിന്ന് പറന്ന് പോയി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്തായാലും സാറിനുള്ളൊരു ഗുരുവന്ദനം കൂടിയാണ്, ആദരാഞ്ജലി കൂടിയാണ് കൺമണിയുടെ പാട്ട്. ഇനി അദ്ദേഹത്തോടൊപ്പം ഇനി കച്ചേരി നടത്താൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരു എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ മനസ്സിൽ. അദ്ദേഹം പെട്ടെന്ന് ആകസ്മികമായി പിരിഞ്ഞപ്പോൾ എന്താ കൺമണിക്ക് തോന്നിയത്? ഞാനങ്ങ് ഞെട്ടിപ്പോയി. സാറ് അങ്ങനെ എന്തുവാ ഇങ്ങനെ വേർപിരിയൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ ഷോക്കായിപ്പോയി. പത്രങ്ങളൊക്കെ വായിക്കുമോ സ്ഥിരമായിട്ട്? വായിക്കും. എല്ലാ ദിവസവും പത്രം വായിക്കും? സമയം കിട്ടുന്ന ദിവസങ്ങളിൽ. അമ്മ ഒട്ടും വായിക്കുകയില്ല? അമ്മ രാവിലെ പോകും വായിക്കാൻ എന്നും. ശരിക്കും ജനറൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൺമണി അറിയുന്നുണ്ട് അല്ലേ? ജനറൽ നോളജ് ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് പത്രം വായിക്കണം, വാരികൾ വായിക്കണം. വായനയാണ് ഒരുപക്ഷെ കൺമണിയെ പോലുള്ള. ടെലിവിഷൻ കാണാറുണ്ടോ? ഇല്ല, അത് കുറവാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, അത് സമയം കിട്ടാറില്ല. ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടിക്കാറുള്ള പരിപാടി. ഈ പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് വരുമ്പം പിന്നെ കാണാൻ സമയം കിട്ടാറില്ല. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കണം, അതുകൊണ്ട് അങ്ങനെ TV കാണത്തില്ല. എന്തായാലും JB ജംഗ്ഷനിൽ കാണാതിരിക്കാൻ പറ്റില്ല. ഇല്ല, അത് സ്ഥിരമായി കണ്ടോണം. അല്ല കൺമണി, ഈ പഠിത്തം, ഈ പെർഫോമൻസ്, ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ. ഇപ്പോൾ കൺമണി ഒരുപാട് ആൾക്കാർ പരിപാടികൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെ കൊണ്ട് നടക്കുന്നു? അതാ സ്കൂളിൽ എന്നെ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്രോഗ്രാംസിനായാലും എന്തിനും പോകാൻ പറ്റുന്നത്. ഇപ്പം സ്കൂളിലായാലും നോട്ട്സൊക്കെ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് എഴുതി തരും. അതുപോലെ പിന്നെ നോട്ട്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ദിവസങ്ങളിൽ മാത്രം സ്കൂൾ ക്ലാസ് ചെല്ലുന്ന ദിവസങ്ങളിൽ മാത്രം നോട്ട്സ് എഴുതിയാൽ മതി. പിന്നെ പോകുന്ന സമയങ്ങളിലൊക്കെ പഠിക്കും. അങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. അങ്ങനെയൊക്കെ ഒപ്പിച്ച് പോവുകയാണ്. പക്ഷെ പഠിത്തം കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. എന്താ കാരണം വെച്ചാൽ ഈ കലയെപ്പോലെ തന്നെ ഈ സംഗീതത്തെപ്പോലെ തന്നെ വളരെ പരമപ്രധാനമാണ് പഠിത്തം എന്നുള്ളത്. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ ഈ കലയിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടി പഠിത്തം എപ്പോഴും താങ്ങായിട്ട് പ്രവർത്തിക്കും. കീബോർഡ് കൺമണിക്കൊരു വീക്ക്നെസ്സാണ് കീബോർഡ്. ഈ കാലിൻ്റെ 3-4 വിരൽ വെച്ചിട്ടാണ് കീബോർഡിൽ കൺമണി ഒരുപാട് സംഗീതം സൃഷ്ടിക്കുന്നത്. കൺമണി എന്തായാലും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കൺമണിയെ കൊണ്ട് ഞാൻ ഒരു കീബോർഡ് വായിക്കും. തീർച്ചയായും. കൺമണി, ഈ ടെലിവിഷൻ ഷോകളിൽ ഒരുപാട് സംഗീത മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കൺമണി അവിടെ കൈവച്ചല്ല കാല് വെച്ചു. എന്തായിരുന്നു അനുഭവം? ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ ഈ ലെവലിലൊന്നും എത്തിപ്പെടാൻ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അന്നേരം ഈ TV ഷോയിലൊക്കെ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് JB ജംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ടെലിവിഷനിലൊക്കെ ഇങ്ങനെ ഒരു താരമായിട്ട് വരുമെന്ന് കൺമണി ഒരിക്കലും വിചാരിച്ചില്ല. കൺമണി ഞങ്ങളുടെ അതിഥിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അതിഥിയാണ്. ഇനി ഒരുപാട് ആൾക്കാരുടെ ഡ്രോയിങ് റൂമിലേക്ക് കൺമണി പ്രവേശിക്കുകയാണ്.
കൺമണിയെ കാണാത്തവരും കേൾക്കാത്തവരൊക്കെ ഈ മാന്ത്രിക പെൺകുട്ടിയെ ഇനി കാണാൻ പോവുകയാണ്, കേൾക്കാൻ പോവുകയാണ്. അമ്മ, അച്ഛൻ, അനുജൻ അല്ലേ? അനുജൻ ഇവിടെ ഉണ്ടല്ലേ? ഇവൻ വഴക്കുണ്ടാക്കാറുണ്ടോ വീട്ടിൽ? ഉണ്ട്. മഹാ വഴക്കാളിയല്ലേ? അവൻ്റെ മോൻ കണ്ട് ഇങ്ങനെ കാണിച്ചവൻ ഇങ്ങനെ ഇതിനൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ കൺമണി എങ്ങനെയാണ് ശല്യപ്പെടുത്താറ്? അടിക്കും. ദൈവമേ, കൺമണിക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. ഞാൻ അടിക്കും. എങ്ങനെ? കാലും കൊണ്ട്. ഈ കാലം കൊണ്ട് എങ്ങനെ അടിക്കും? എങ്ങനെ? അത് ഞങ്ങൾ തൊഴിക്കാന്നാ പറയല്. അല്ല, പിച്ചും. ഈ വിരൽ വെച്ചിട്ട് വരയ്ക്കും, എഴുതും, പിയാനോ ചെയ്യും. ഈ കാല് വെച്ചിട്ട് വിരൽ വെച്ച് പിച്ചും ചെയ്യും. അവൻ എവിടെയാ പിച്ചണേ? ഇതൊന്നും വന്നേ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ, നീയേ ഇങ്ങോട്ട് വാടാ. നീ പഠിക്കണ കേട്ടോ. ഇവനെ ഒന്ന് പിച്ചിക്കേ. ഇങ്ങനെയാണ് അവനെ പിച്ചുന്നത്. അവൻ ചിരിക്കാന് കൊടുക്കണി നന്നായിട്ട് പിടിച്ചു കൊടുക്കാനുണ്ട്. ഒരു വേദന സഹിക്കവൻ. അപ്പൊ നീ അടിച്ചു കഴിഞ്ഞാൽ ചേച്ചി നന്നായിട്ട് പിച്ച് തരും കേട്ടോ. നീ ഇനി അടിക്കോ? ശരി, നിന്നെ അടിക്കൂ ഈ കാല് വെച്ചിട്ടല്ലേ? പുറത്തേക്ക് ഇടിക്കുകയോ ചെയ്യും. ദൈവമേ, ഈ പാവപ്പെട്ട ചെക്കനെ ഇവള് എന്തൊക്കെ ചെയ്യണേ. അമ്മ, അനുജൻ, അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ ഗൾഫിലാണ്. ഇപ്പോഴും ഗൾഫിൽ തന്നെയാണോ? കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ? അല്ലേ? അച്ഛൻ എങ്ങനെയാണ് മോളെ പ്രോത്സാഹിപ്പിക്കുമോ? ഗൾഫിൽ നിന്ന് വിളിക്കുമോ എപ്പോഴും? വിളിക്കും. എന്താ ചോദിക്കണേ? പ്രോഗ്രാമിനൊക്കെ പോവാണെങ്കിൽ എല്ലാം റെഡിയായോ, പാട്ടെല്ലാം പ്രാക്ടീസ് ചെയ്തോ, നല്ലതായിട്ട് പാടണം, അച്ഛനെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയും. JB ജംഗ്ഷനിൽ പോവാണെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? നല്ലപോലെ പെർഫോം ചെയ്യണം. അതിനുള്ള മോട്ടിവേഷൻ ഒക്കെ തന്നു. എനിക്ക് രേഖയോട് ചോദിക്കാനുള്ളൊരു കാര്യം, സത്യസന്ധമായിട്ട് അവരോട് പറയാമോ? കുറച്ച് കള്ളമൊക്കെ പറയുന്ന കൂട്ടത്തിൽ എനിക്ക് അറിയാം. നമ്മുടെ സമൂഹത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാകാതിരിക്കുക, കുഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് വൈകല്യം ഉണ്ടാകുക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ ഭർത്താക്കന്മാർ ആദ്യം പഴിക്കുന്നത് ഭാര്യമാരെയാണ്, അമ്മമാരെയാണ്. എന്തിനേറെ പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ തന്നെ അത് സ്ത്രീകളുടെ കുഴപ്പമാണെന്നും പറഞ്ഞ് അമ്മായിമ്മയും അമ്മായിയച്ഛനും ആ മരുമകളെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയുടെ. ആ ഒരു സമയത്ത് ഇങ്ങനൊരു കുട്ടി ജനിക്കുന്നു. 2 കൈയില്ല, ഒരു കാലിന് തന്നെ അംഗവൈകല്യം, ആകെയുള്ളത് ഒരു കാല്, ചെറിയൊരു ഉടൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യം പറയാവുള്ളൂ, സത്യം മാത്രം. എന്തായിരുന്നു കൺമണിയുടെ അച്ഛൻ്റെ പ്രതികരണം? കൺമണിയുടെ അച്ഛൻ എന്നെക്കാളും കൂടുതൽ വിഷമം കൺമണിയുടെ അച്ഛന്. കൺമണി ഇങ്ങനെ ആയതിലുള്ള വിഷമം കൂടുതലും. ആ വിഷമം എപ്പോഴെങ്കിലും ഒരു ദേഷ്യമായിട്ട് രേഖയ്ക്ക് തോന്നിയോ? ഇല്ല, ഒരിക്കലും ഇല്ല. രേഖയോട് ഒരു തരത്തിലും ദേഷ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴാണ് തീരുമാനിച്ചത് നമുക്ക് ഈ കുട്ടിയെ നന്നായി വളർത്താം, ഈ കുട്ടി നമുക്ക്? ഞാൻ എൻ്റെ 9ാം മാസമായപ്പോഴാണ് മോൾക്ക് ഇങ്ങനെ ഒരു ചെറിയ വൈകല്യം ഉള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നത്. അന്നേരം ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് അബോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞത് ചിലപ്പോൾ ഇച്ചിരി പ്രശ്നമല്ലേ കാണത്തുള്ളൂ, വേണ്ടെന്ന് പറഞ്ഞത്. ഈ കുട്ടിയെ നിങ്ങൾ കളയാൻ വേണ്ടി ആലോചിച്ചല്ലേ? ഞങ്ങൾ ആലോചിച്ചില്ല, ഡോക്ടർമാർ ഉപദേശിച്ചു. പക്ഷെ അപ്പോഴും രേഖ ആടി കളിച്ചിട്ടുണ്ടോ? കേട്ടോളൂ മുഴുവൻ ഈ അമ്മയുടെ കുരുത്തക്കേടുകൾ. എന്നിട്ട് ഒന്നാടി കളിച്ചു. അച്ഛൻ ഒരു പക്ഷേ വേണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ രേഖ വേണമെങ്കിൽ അതിൽ സമ്മതിച്ചേക്കാം. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമുള്ളത് ഞങ്ങളുടെ കൺമണി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ചെറിയൊരു അംഗവൈകല്യം ഉണ്ടാവുള്ളൂ എന്ന് ആശ്വസിച്ചു. പക്ഷേ ജനിച്ച് വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അംഗവൈകല്യമായി. അതെ. ആ സമയത്ത് എന്തായി? അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഭയങ്കര ഷോക്കായിരുന്നു. എന്നെക്കാളും കൂടുതൽ ഷോക്ക് അടിച്ചത് അച്ഛനായിരുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങളുടെ ആഗ്രഹം കൂടുതൽ എന്നെക്കാളും കൂടുതൽ അച്ഛനായിരുന്നു. ഇത്രയും വർഷം ഇല്ലാതിരുന്നപ്പോൾ ഒത്തിരി വിഷമിച്ചിട്ട് എന്നെക്കാളും കൂടുതൽ അച്ഛനായിരുന്നു വിഷമം. അതുകൊണ്ട് ഈ ഒരു അവസരം വന്നപ്പോഴും അച്ഛനായിരുന്നു ഒത്തിരി ദുഃഖം. രേഖയ്ക്ക് പയ്യെ ഇവളിൽ അഭിമാനം തോന്നി തുടങ്ങി. അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം.
ഒരു 5-6 വർഷം കഴിഞ്ഞ ശേഷമാണ് അഭിമാനം തോന്നി തുടങ്ങിയത്. അച്ഛനെപ്പം തോന്നി തുടങ്ങി. ആരാണിത് കണ്ടുപിടിച്ച് ഈ അത്ഭുത സിദ്ധികളുള്ള ഒരു കുഞ്ഞാണിതെന്ന് എങ്ങനെ കണ്ടു? കൂടുതലും ഞാൻ തന്നെയാണ് അവളെ വളർത്തിയത് മുഴുവനും ഞാൻ ഇത് തന്നെ. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഓ, നീ വെറുതെ അച്ഛൻ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അച്ഛൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് കാര്യമാണെങ്കിലും എന്തിനും അച്ഛൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പം തന്നെ ആണെങ്കിലും പ്രോഗ്രാമിന് പോകാനാണെങ്കിലും അച്ഛൻ തയ്യാറാകുന്നതുകൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് അച്ഛൻ നല്ല സപ്പോർട്ടാണ്. എന്തായാലും കൺമണി, അച്ഛൻ വളരെ ദൂരെയാണ്, ഗൾഫിലാണ്. അച്ഛൻ ഈ പരിപാടി ടെലിവിഷനിൽ കാണുന്നുണ്ടാവും. അമ്മയ്ക്ക് വേണ്ടി നമ്മളൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നീ അച്ഛനൊരു പാട്ട് പാടിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര സങ്കടമായിരിക്കും. ഒരു പാട്ട് അച്ഛന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. ഇത് ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. എന്താ പ്രാർത്ഥിക്കാറ്? നല്ലപോലെ പാട്ട് പാടണേ, ആ, പിന്നെ അച്ഛനും അമ്മയ്ക്കും നല്ല നല്ല ഇതുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അല്ല, ആ, അതെ. പിന്നെ എനിക്ക് നല്ലപോലെ ഞാൻ നല്ലപോലെ പഠിക്കണേന്നൊക്കെ. എന്തായാലും കൺമണി സഹജീവികളുടെ, മലയാളികളുടെ, കേരള സമൂഹത്തിൻ്റെ എല്ലാം സ്നേഹമുണ്ട്. അതെ, സ്നേഹം കൺമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനി ഈ പരിപാടി കഴിയുമ്പോൾ വർദ്ധിച്ച തോതിൽ അത് വന്നുകൊണ്ടേയിരിക്കും. ഒരാൾ വരുന്നു. കൺമണി ഈ ഗ്രാമത്തിൻ്റെ അഭിമാനമാണ്. ബഹുമിടുക്കിയായി നന്നായി പാടും, നന്നായി സംസാരിക്കും. പിന്നെയാണ് പ്രശ്നം, 4ാം ക്ലാസ് കഴിഞ്ഞാൽ എവിടെ വിടും? അടുത്തെങ്ങും സ്കൂളില്ല. താമരക്കുളം പഞ്ചായത്തിൽ ചാരുമടുത്തൊരു സ്കൂളുണ്ട്, VV ഹൈസ്കൂൾ താമരക്കുളം. ഇവിടുന്ന് അങ്ങോട്ട് ബസ്സില്ല. അമ്മയും നാട്ടുകാരും കൂടി സഹായത്തോടു കൂടി കുട്ടിയെ അങ്ങ് വളരെ ദൂരെ 2.5 കിലോമീറ്റർ കൊണ്ടുപോയി ബസ് കയറ്റിവിടും. ആ ബസ്സാണ് KCT ബസ്. നാട്ടുകാരെ കയറ്റിവിടുന്നേ. ആരെങ്കിലും സീറ്റ് കൊടുക്കും. വൈകുന്നേരം കൺമണി വരാൻ താമസിച്ചാലും ആ ബസ് അവിടെ കിടക്കും. സാമ്പത്തികമൊക്കെ പൊക്കോട്ട് കൺമണിയെ കൊണ്ടുപോകണം. നാട്ടുകാരുടെ കൺമണിയായിട്ട് ഈ കുട്ടി വളർന്നു. ഞങ്ങളുടെ എല്ലാം മനസ്സ് എപ്പോഴും കൺമണിക്കൊപ്പം കൂടെ കാണെ ഉണ്ട്. കൺമണി നാട്ടുകാരാണ്. ഒരു പക്ഷേ ഇനി വേണമെങ്കിൽ നമുക്ക് അമ്മയെ കൊണ്ടൊരു കാറ് മേടിപ്പിക്കാം. ഇത് ഞാനല്ല, ഇത് ആരോ ഒന്ന് ചോദിക്കുന്നുണ്ട്, നോക്കട്ടെ. കൺമണി അമ്മയും പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു സ്കൂട്ടറിൻ്റെ മുമ്പിൽ മകളെ നിർത്തി തൻ്റെ ശരീരം കൊണ്ട് ചുരിദാറിൻ്റെ ഷാളുമായിട്ട് ബന്ധിച്ചുകൊണ്ടാണ് അമ്മ കൺമണിയെ കൊണ്ടുപോകുന്നത്. ഇത് പലപ്പോഴും അപകടം പിടിച്ച ഒരു യാത്രയാണ്. അപ്പോൾ കൺമണി വളർന്നതിന് ശേഷവും ഇപ്പോൾ അമ്മ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് കൺമണിയോട്, അമ്മയോട് എന്തുകൊണ്ട് കൺമണി പറയുന്നില്ല ഒരു കാറ് മേടിക്കണം എന്നുള്ളതാണ്. ഇതെനിക്ക് ബലമായ സംശയം, ഇത് അമ്മ തന്നെ പറയിപ്പിച്ചാണോ? ഈ പരിപാടിയൊക്കെ ഇനി അച്ഛൻ കേൾക്കും. അപ്പോൾ കൺമണി ഒന്നും ബേജാറാകണ്ട. ഈ പരിപാടി കാണുന്ന സഹൃദയനായ നല്ല ഹൃദയമുള്ള ഒരു പ്രേക്ഷകൻ മുമ്പോട്ട് വന്ന് കൺമണിക്ക് ഒരു കാറ് മേടിച്ചു. അതൊന്നുമില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഈ പിള്ളേരെല്ലാം കൂടിയിട്ട് ഒരു കാറ് മേടിച്ചു. ഒരുപക്ഷെ ഈ 2 ആൾക്കാരും സംസാരിച്ചപ്പോൾ അവർക്ക് അവരുടെ വാക്കുകളിൽ പ്രതിഫലിച്ചത് നാടിൻ്റെ സ്നേഹമാണ്. ആ ഒരു മൊത്തം ഗ്രാമം കൺമണിയുടെ പിന്നിലാണ്. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടി പാടി, അച്ഛന് വേണ്ടി പാടി, അവന് വേണ്ടി നമ്മൾ പിച്ചും കൊടുത്തു. അതുകൊണ്ട് ഇനി നാട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കും. നാട്ടുകാരുടെ മനസ്സിലാണ് കൺമണിയുടെ രൂപം പതിഞ്ഞിരിക്കുന്നത്. ആക്ച്വലി കൺമണി ഈ കാലം നീട്ടിക്ക്, ഈ കാലാണ് അല്ലേ? ഈ കാലാണ്. എനിക്ക് ഏറ്റവും വലിയ ഹോബി എന്താ അറിയോ? ഈ കുട്ടികളെ ഞൊട്ട ഓടിക്കാത്തുള്ളൂ. ഓടിച്ചിട്ടുണ്ടോ? ഓടിക്കോ? നോക്കട്ടെ, ഒരു ഞൊട്ട ഓടിക്കാൻ പറ്റും. ഓടിച്ചല്ലോ. ഈ കാലിനൊരു ഷെയ്ക്കാനും കൊടുക്കട്ടെ. അങ്ങനെ ഈ കാല് കൺമണിയെ മാത്രമല്ല കുടുംബത്തെയും ഈ നാടിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. കൺമണിക്കൊപ്പം ഈ കാലിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ കൺമണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവ കാലാണ്. ഈ 2 കൈയില്ലാത്തതിൻ്റെയും ഒരു കാലില്ലാത്തതിൻ്റെയും അല്ലെങ്കിൽ ഒരു കാലിൻ്റെ കുറവൊക്കെ നികത്തുന്നത് ഒരുപക്ഷെ ഈ കാലാണ്. കൺമണിക്ക് യഥാർത്ഥത്തിൽ വൈകല്യമില്ല, യഥാർത്ഥത്തിൽ ബാഹുല്യമുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മിഴിവും മികവും ഈ കാല് സമ്മാനിക്കുന്നുണ്ട്. കൺമണി ജീവിതത്തിൻ്റെ പല തട്ടുകളും ഈ കാലുകൊണ്ട് ചവിട്ടിക്കയറട്ടെ, ഉയരങ്ങളിലെത്തട്ടെ.
ഞങ്ങൾക്കെല്ലാം ഒരു അഭിമാന സ്തംഭമായി ഒരു കെടാവിളക്കായിട്ട് മാറട്ടെ. ഒരു 4-5 വരി എനിക്കും കൂടി ഒന്ന് പാടി തന്നിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിക്കാം. ചേട്ടന് പാടിത്തരില്ലേ? തരും. താട്ടെ. ഓക്കെ കൺമണി, വലിയ താങ്ക്സ്. അവിടെ ഇരുന്നോളൂ. ഓക്കെ, മിടിക്കാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.